പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഫോർട്ട് കൊച്ചി. പുതിയ വർഷം പിറക്കുമ്പോൾ കത്തിക്കാനുള്ള പപ്പാഞ്ഞിയുടെ ഒരുക്കം പുരോഗമിക്കുകയാണ്. തിക്കും തിരക്കും മൂലമുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ അതീവ നിയന്ത്രണത്തിലാണ് ഈ വർഷത്തെ ആഘോഷങ്ങൾ. വിദേശാധിപത്യത്തിന് കീഴിലായിരുന്ന കാലത്തെ ഒരു വർഷത്തെ ദുഃഖങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമൊപ്പം പുതുവത്സരത്തിൽ കത്തിച്ചു കളയാൻ പപ്പാഞ്ഞി നിർമ്മിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നെന്ന് ഫോർട്ട് കൊച്ചിക്കാർ പറയും. ഇത്തവണയും മുടക്കമില്ല. പല ഭാഗങ്ങളായി നിർമ്മാണത്തിലിരിക്കുന്ന പപ്പാഞ്ഞിയുടെ ശരീരഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്തു കഴിഞ്ഞെന്നാൽ ഫോർട്ട് കൊച്ചി ചരിത്രത്തിലെ തന്നെ വലുതെന്ന് ശില്പി ഷാബിൾ ചേട്ടനും പറയും. 5 വർഷമായി ഫോർട്ട് കൊച്ചിയിൽ പപ്പാഞ്ഞി നിർമ്മിക്കുന്നത് ഇദ്ദേഹമാണ്. ആദ്യത്തെ വർഷം ഉണ്ടാക്കിയ ഒരു 40 അടി, പിന്നെ 50 അടി, 55, 60, ഇത് ഒരു 80 അടി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ. നേരത്തെ ഉണ്ടാക്കിയിരുന്ന വെച്ചത് മുളയൊക്കെ വെച്ചാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം ഞാനിവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയ കംപ്ലീറ്റ് ഇരുമ്പ് വെച്ചാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷനില്ല. ഇത് കംപ്ലീറ്റ് നമ്മൾ കത്തിച്ചു കഴിഞ്ഞാലും സേഫ്റ്റിയാണ്. ഇത് രണ്ടാമത് അഴിച്ചുകൊണ്ട് പോവാം. നമുക്കൊരു സന്തോഷമല്ലേ ഇത് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു സാധനം ഉണ്ടാക്കണമെന്ന് പറയും. ഉണ്ടാക്കണത് നമുക്കൊരു സന്തോഷമാണ്. അല്ലാണ്ട് പൈസയൊന്നും മോഹിച്ചിട്ടല്ല ഇത് ചെയ്യണത്. ഞങ്ങളെ ഒരു ഇത് കഴിഞ്ഞ തവണ കോവിഡ് മുക്തമായതിന്റെ സന്തോഷമാണ് പപ്പാഞ്ഞി പങ്കുവച്ചതെങ്കിൽ ഇത്തവണ ലഹരിക്കെതിരെയുള്ള സന്ദേശമാകും പപ്പാഞ്ഞി പറയുക. പണി എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള ശ്രമത്തിലാണ്. മിക്കവാറും നാളെ വൈകിട്ടോടെ പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തീം നമ്മൾ ഫൈനലൈസ് ചെയ്തല്ല, എങ്കിലും ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശമായിരിക്കും. ഒരുക്കങ്ങളൊക്കെ ഏകദേശം ത്വരിതഗതിയിൽ തന്നെ നടക്കുന്നു. കഴിഞ്ഞ തവണത്തെ നമ്മൾ അഭൂതപൂർവമായ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം വളരെ കാര്യക്ഷമമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. മെയിനായിട്ട് ഇവിടെ സംഭവിക്കുന്നത് പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറം പുതിയൊരു ഗ്രൗണ്ട് നമുക്ക് അലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ക്ലീനിങ് വർക്ക് കോർപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. മിക്കവാറും അവിടെ ഏകദേശം 2 ഏക്കറോളം സ്ഥലം അവിടെയുണ്ട്. അതീവ നിയന്ത്രണത്തിലും സുരക്ഷയിലുമാണ് ഇത്തവണ ഫോർട്ട് കൊച്ചിയിലെ ആഘോഷങ്ങൾ നടക്കുക. തിരക്കും അപകടങ്ങളും ഒഴിവാക്കുന്നതിനും പാർക്കിങ്ങിനുമൊക്കെയായി പ്രത്യേകം സ്ഥലങ്ങൾ കൂടുതലായി കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് നിർദ്ദേശപ്രകാരം പ്രത്യേകം നിരീക്ഷണ ക്യാമറകളും സംഘാടകർ സ്ഥാപിക്കുന്നുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും കൂടുതൽ പോലീസിനെയും ആഘോഷത്തിൽ ഭരണകൂടം നിയോഗിക്കും. ഇത്തവണ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം ആഘോഷ പരിപാടികൾ നടക്കുന്നതിനാൽ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ആളുകളുടെ കുത്തൊഴുക്കിൽ കുറവുണ്ടാകുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ. കൈരളി ന്യൂസ്, കൊച്ചി.